ഡിഷ് ഉണ്ടാക്കിയാലോ? അതും അടുക്കളയിൽ നിന്ന് കട്ടെടുത്ത്. അടുക്കളയിൽ നിന്ന് കട്ടൊന്നും എടുക്കല്ലേ, അടി വാങ്ങിച്ച് കെട്ടല്ലേ, ചോദിച്ചിട്ടൊക്കെ എടുക്കാവുള്ളൂ. ഇത് പഴയ ലിഡായതുകൊണ്ട് മാത്രം എനിക്ക് തന്നതാണ്. ഞാൻ കമൻ്റ് എല്ലാം വായിച്ചിട്ട് എനിക്ക് ഒത്തിരി സന്തോഷം വന്നു, കുറേയൊക്കെ ചിരി വന്നു, പിന്നെ കുറേ കമൻറ്റ് കണ്ടിട്ട് വിഷമം വന്നു. ഇന്നലെ രാത്രി ഫുള്ളിരുന്ന് വായിക്കുമായിരുന്നു. ബഗ് വന്നുകൊണ്ട് എനിക്ക് കുറേ കമൻറ്റൊന്നും വായിക്കാൻ പറ്റിയില്ലായിരുന്നു. പിന്നെ കുത്തിയിരുന്ന് മൊത്തം വായിച്ചു. ഇത്രയും കമൻറ്റൊക്കെ വരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ആകെ 2-3 കമൻറ്റ് കണ്ടിട്ടാണ് ഞാൻ ഗീവയ്ക്കുള്ള സാധനം മേടിക്കാൻ പോയത്. 3 പേരോ 4 പേരോ കണ്ടും അയച്ചിട്ടുള്ളതെന്നാണ് എൻ്റെ ഓർമ്മ. അത് കണ്ടു, അത്രയും പേരല്ലേ ഉള്ളൂ, കുറച്ച് സാധനം 1-2 സാധനം മേടിച്ചിട്ട് തിരിച്ചു വരാമെന്ന് വിചാരിച്ചു. തിരിച്ച് വന്നിട്ട് വേറൊരു വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോഴല്ലേ തരാതെ കമൻറ്റ് വരുന്നു. താത്ത അത് മേടിച്ച് തരാമോ, ചേച്ചി ഇത് മേടിച്ച് തരാമോ എന്ന് ചോദിച്ച്. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞു, എനിക്ക് ഒത്തിരി സബ്സ്ക്രൈബേഴ്സൊന്നും ഇല്ല. ഒരു കുട്ടി സബ്സ്ക്രൈബർ വന്ന് കമൻറ്റ് ഇട്ടു. അങ്ങനെ പെട്ടെന്ന് പ്ലാൻ ചെയ്തൊരു ഗീവയാണ്. ആകെ 2 വിന്നേഴ്സും ഉള്ളൂ. നിങ്ങളെല്ലാവരും ഇങ്ങനെയൊക്കെ തുടങ്ങി ഞാൻ എന്ത് ചെയ്യും? ഞാൻ എന്നായിട്ട് ആലോചിച്ചു, ഗീവ വെക്കണ്ടായിരുന്നു, സ്റ്റോപ്പ് ചെയ്താലോ എന്ന്. അതുപോലെ എനിക്ക് കമൻറ്റൊക്കെ കണ്ടിട്ട് എനിക്കറിയത്തില്ല ഇതിപ്പോൾ ആർക്ക് കൊടുക്കും, ഒരു ഐഡിയയും ഇല്ല. ഇങ്ങനെയൊക്കെ നിങ്ങൾ തുടങ്ങാതെ പിള്ളേരെ. നിങ്ങൾ ഗീവയ്ക്ക് വേണ്ടിയാണോ എന്നെ സ്നേഹിക്കുന്നത്? അല്ലല്ലോ അല്ലേ? ഡിഷ് ഇവിടെ റെഡിയായി. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും അത് മറക്കണ്ട.